ഞാൻ കേട്ടൊരു അനുഭവം പറയട്ടെ. ഒരു കാസർഗോഡിലെ ഒരു പെണ്ണ്, അവൾക്കൊരു കണ്ണൂരിലെ ചെക്കനുമായിട്ട് പ്രണയത്തിലായിരുന്നു. വീട്ടിൽ കല്യാണാലോചനകളെല്ലാം വരാൻ തുടങ്ങിയ സമയം ഉമ്മച്ചിയോടും ഉപ്പച്ചിയോടും അവൻ്റെ കാര്യം പറഞ്ഞു. ഉമ്മച്ചി എനിക്കൊരാളെ ഇഷ്ടമാണ്, അവനെ എനിക്ക് വേണ്ടു, നിങ്ങളൊന്ന് അന്വേഷിക്കാമോ? അവൻ്റെ വീട് കണ്ണൂരാണ്. ഇങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ പോയി അവൻ്റെ നാട്ടിൽ അന്വേഷിച്ചു. അവൻ മോശമായിരുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് അവളുടെ വീട്ടുകാർ ആ ബന്ധം വേണ്ട, അത് ഹൈറല്ല മോളെ, നമുക്ക് ഉപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവൾക്ക് ആ ഉപ്പയും വീട്ടുകാരും പറഞ്ഞ് ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒടുവിൽ അവളെ വാശിക്ക് അവർ സമ്മതിച്ചു. അങ്ങനെ അവരുടെ കല്യാണം ഭംഗിയായി നടന്നു. മാസങ്ങൾ കഴിയും തോറും അവൻ്റെ സ്വഭാവം എല്ലാം മാറി തുടങ്ങി. അവൾക്ക് അവളെ വീട്ടുകാർ കൊടുത്ത സ്വർണം പോലും അവൾ വിറ്റു. അവളെ കുറെ കഷ്ടപ്പെടുത്തി. ഒടുവിൽ അവൾ സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അവളുടെ വീട്ടുകാരോട് കരഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മച്ചിയെങ്കിലും എന്നെ മനസ്സിലാക്ക്, ഉമ്മച്ചി എൻ്റെ അടുത്ത തെറ്റ് ഒന്ന് പുറത്തു താ, എനിക്ക് ഡിവോഴ്സ് വേണം. പക്ഷെ അവളെ കണ്ണീർ കാണാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയുന്നില്ല. കാരണം ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിരുന്നു. അവളിപ്പോൾ സ്വയം മരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളുടെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങളായി. ഉപ്പയുടെ മരണാന്തര ചടങ്ങുകൾക്ക് പോലും അയാൾ അവളെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ല. ഇപ്പോൾ അവളുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൾക്ക് തൻ്റെ ഉപ്പ തൻ്റെയോട് സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നി. മോളെ, നീ വീട്ടിലേക്ക് പോക്കോ, ഇല്ലെങ്കിൽ നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഉമ്മച്ചിയോട് പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. അവൾ ഉമ്മച്ചിയോട് വീട്ടുകാരോട് കരഞ്ഞു പറഞ്ഞു. മനസ്സിലാക്കുന്നില്ല. അവളെ കണ്ണുനീര് ഇപ്പോൾ ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്ന് അവളെ ഒരു പക്ഷേ അതിജീവിക്കും. മറിച്ചാണെങ്കിൽ അവളുടെ ജീവൻ ഒരു പക്ഷേ ഇത്രയും പറഞ്ഞ് കുറച്ച് സമയം സംസാരിക്കാതെ നിൽക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാലത്ത് പ്രണയിക്കുന്ന ഓരോ പെൺകുട്ടികളോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പ്രണയം ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ പവിത്രമായി പ്രണയങ്ങൾ പിറന്നതാണ് ഈ ഭൂമി. പക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം തുടരാൻ. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം.